ബി.ജെ.പി. പ്രവേശനമെന്ന പ്രചരണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് കാട്ടി ഇ.പി. ജയരാജൻ ഡി.ജി.പിക്ക് നൽകിയ പരാതി നിലനിൽക്കില്ലെന്ന് പോലീസ്. കേസെടുക്കാൻ തക്ക തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതി തീർപ്പാക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. കോടതി പറഞ്ഞാൽ കേസെടുക്കാമെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. ബി.ജെ.പിയിൽ ചേരാനായി ഇ.പി. ജയരാജൻ ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെയും കെ. സുധാകരന്റെയും ആരോപണം രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത്. വോട്ടെടുപ്പിന്റെ തലേ ദിവസമാണ് കെ. സുധാകരൻ ഇ.പി. ജയരാജനാണ് ബി.ജെ.പി. നേതാക്കളുമായി ചർച്ച നടത്തിയതെന്ന് ആദ്യം പറഞ്ഞത്. കണ്ണൂരിലെ ഒരു ഉന്നത CPM നേതാവ് ബി.ജെ.പി. നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ശരിവച്ചാണ് കെ. സുധാകരൻ ഇ.പി. ജയരാജന്റെ പേര് വെളിപ്പെടുത്തിയത്. ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഇ.പി. ജയരാജന്റെ ആരോപണം. ശോഭാ സുരേന്ദ്രനും കെ. സുധാകരനും വക്കീൽ നോട്ടീസ് അയച്ചതിനു പുറമെ DGPക്ക് ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഇ.പി. ജയരാജൻ പരാതി നൽകുകയായിരുന്നു. ഇതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പരാതിയിൽ കഴമ്പില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. TG നന്ദകുമാറിനൊപ്പം പ്രകാശ് ജാവ്ദേക്കർ മകന്റെ ഫ്ളാറ്റിലെത്തി തന്നെ കണ്ടതും പിന്നീട് ശോഭാ സുരേന്ദ്രനും കെ. സുധാകരനും ആരോപണം ഉന്നയിച്ചതും ഗൂഢാലോചനയാണെന്നും അതുവഴി തനിക്ക് മാനഹാനി ഉണ്ടായെന്നുമാണ് ഇ.പി. ജയരാജൻ പരാതിയിൽ പറഞ്ഞിരുന്നത്. മാനഹാനിക്കും ഗൂഢാലോചനയ്ക്കും പോലീസിന് നേരിട്ട് കേസെടുക്കാനാകില്ല. കോടതി നിർദ്ദേശിച്ചാൽ മാത്രമാണ് അന്വേഷണ സാധ്യതയെന്നാണ് കഴക്കൂട്ടം ACPയുടെ റിപ്പോർട്ട് ഉടൻ DGPക്ക് കൈമാറും. പരാതിയിൽ കോടതി നിർദ്ദേശിച്ചാൽ കേസെടുക്കാമെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശവും. എന്നാൽ തന്റെ പരാതിയിൽ പോലീസ് എന്ത് നിലപാടാണ് എടുത്തതെന്ന് ഇതുവരെ അറിയില്ലെന്നാണ് ഇ.പി. ജയരാജൻ പ്രതികരിച്ചത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇ.പി. ജയരാജന്റെ തീരുമാനവും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.